+1 ക്ലാസ്സിൽ നിന്ന് നമ്മൾ നീറ്റ് എക്സാമിന് പ്രിപ്പറേഷൻ തുടങ്ങുകയാണെങ്കിൽ ആ സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ഏറ്റവും വലിയ ഒരു പ്രശ്നം എന്താണെന്നറിയോ? അതായത് ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ടാവും നമുക്ക്. ഈ സ്റ്റാർട്ടിങ് ട്രബിൾ എല്ലാവർക്കും ഉണ്ട്. അതായത് പ്രത്യേകിച്ച് നമ്മൾ കേരള സിലബസ് കഴിഞ്ഞിട്ടൊക്കെ നീറ്റിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളിലേക്കോ അതല്ലെങ്കിൽ സാധാരണ സ്കൂളിൽ പോയിട്ട് സെൽഫ് പ്രിപ്പറേഷൻ ചെയ്യുന്ന സമയത്തോ അതല്ലെങ്കിൽ നമ്മൾ സ്കൂളിന്റെ കൂടെ തന്നെ മറ്റൊരു ട്യൂഷൻ സെന്ററിൽ പോയിട്ട് പഠിക്കുന്ന സമയത്തോ എങ്ങനെയാണെങ്കിലും +1 എൻ്റർ ചെയ്യുന്ന ആ ഒരു സമയത്ത് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും. നീറ്റിന്റെ പ്രിപ്പറേഷനുമായി ബന്ധപ്പെട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവില്ല, കോൺസെപ്റ്റ്സ് മനസ്സിലാവുന്നുണ്ടാവില്ല. അതിന്റെ കാരണം നമ്മളെ സ്റ്റഡി ഹാബിറ്റ്സിലുള്ള മിസ്റ്റേക്സ് ആണ്. അതായത് 10ാം ക്ലാസ് വരെ നമ്മൾ പഠിച്ചു പോകുന്ന ആ ഒരു രീതിയിലല്ല ഇനി നമുക്ക് മുന്നോട്ട് പഠിക്കേണ്ടത്. നമുക്ക് ഏത് കൺസെപ്റ്റ് പഠിക്കുമ്പോഴും അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, അത് അനലൈസ് ചെയ്യണം, അതുപോലെ തന്നെ അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യണം. അത് ഒരു ടൈം ബൗണ്ട് ആയിട്ട് ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്യാൻ വേണ്ടി ടെസ്റ്റുകൾ എടുക്കണം, അതിന്റെ അനാലിസിസ് നടത്തണം. ഇങ്ങനെ ഒരുപാട് സംഗതികൾ നടത്താനുള്ളത് കൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് 10ാം ക്ലാസ്സിൽ നിന്ന് നമ്മൾ ഈസി ആയിട്ട് പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണാതെ പഠിച്ച് കയറി വന്ന നമുക്ക് ഈ +1 ഒരു ട്രബിൾ ഫീൽ ചെയ്യുക എന്നുള്ളത് സ്വാഭാവികമാണ്. നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ട കാര്യം ഇത് നോർമലാണ്, എല്ലാ കുട്ടികൾക്കും ഉണ്ടാവുന്ന ഒരു പ്രശ്നമാണ്. ഇതിനെ ഓവർകം ചെയ്യാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് കൺസിസ്റ്റന്റ് ആയിട്ട് പ്രിപ്പയർ ചെയ്യുക. ഏത് കോൺസെപ്റ്റ്സിലാണോ നമുക്ക് അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരു കോൺഫിഡൻസ് ഇല്ലാതെ തോന്നുന്നത് അത്തരം കോൺസെപ്റ്റ്സ് വീണ്ടും പഠിക്കുക. അതുപോലെ തന്നെ സ്മോൾ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് എങ്കിലും സമയം നോക്കാതെ ക്വസ്റ്റ്യൻസ് പ്രാക്ടീസ് ചെയ്ത് തുടങ്ങുക. ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ചെറിയ ചെറിയ ഹാബിറ്റുകൾ നമ്മൾ ബിൽഡ് ചെയ്ത് എടുക്കുകയാണെങ്കിൽ പൂർണ്ണമായിട്ടും നമുക്ക് പ്രിപ്പറേഷന്റെ അവസാനത്തിലേക്ക് നമുക്കൊരു മൊമെന്റം ഗെയിൻ ചെയ്യാൻ കഴിയും. അതുകൊണ്ട് തന്നെ നമുക്കൊരു നീറ്റിൽ നല്ലൊരു സ്കോർ ഉണ്ടാക്കിയെടുക്കാനും പറ്റും. അതേ സമയത്ത് സ്റ്റാർട്ടിങ്ങിന്റെ സമയത്ത് തന്നെ എനിക്ക് കുറച്ച് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുള്ളൂ, അതല്ലെങ്കിൽ കോൺസെപ്റ്റ്സ് മനസ്സിലാവുന്നില്ല തുടങ്ങിയ ചെറിയ ചെറിയ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഒരിക്കലും ഗിവ് അപ്പ് ചെയ്യരുത്. നമ്മുടെ സ്കില്ലിൽ അല്ലെങ്കിൽ നമ്മുടെ സെൽഫ് കോൺഫിഡൻസിൽ നമ്മൾ ഒരിക്കലും ഡൗട്ട് അടിക്കരുത്. മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണ് ഇവിടെയുള്ള ഏക പരിഹാരം.